2025 നവംബർ മാസം 17 മഹാരാഷ്ട്രയിലെ മാലിഗാവ് പട്ടണത്തിലെ റോഡുകളിൽ അസാധാരണമായ വലിയൊരു ജനക്കൂട്ടം ഒത്തുകൂടി. അതിൽ സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാത്തരം ആളുകളും പൊട്ടിപ്പുറപ്പെടുന്ന വികാരത്തോടു കൂടിയായിരുന്നു നിന്നത്. അവർക്കെല്ലാം ഒരൊറ്റ ആവശ്യം മാത്രം: അവന് ശിക്ഷ നൽകണം, മരണശിക്ഷ നൽകണം. പോലീസ് ആ ഒരു തിരക്കിനെ ചിതറിക്കാൻ ലാത്തി ചാർജ് വരെ ചെയ്തു. ജനങ്ങളെ അവിടം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരും പിന്നിലോട്ട് പോകാൻ തയ്യാറായില്ല. ജനങ്ങൾ തീരുമാനിച്ചിരുന്നു, ആ കുഞ്ഞിന് നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിന്മാറില്ല. ഇവിടെ പ്രതിഷേധം പൊട്ടിത്തെറിക്കുമ്പോൾ മറ്റൊരു വശത്ത് കുഞ്ഞിന്റെ കുടുംബം കണ്ണീരിലും വേദനയിലും തകർന്നിരുന്നു. അവർക്ക് കോടതിയിൽ നിന്നും ഒരേയൊരു കാര്യം മാത്രമായിരുന്നു ആവശ്യം: ശിക്ഷ, കഠിനമായ ശിക്ഷ. ജനങ്ങളുടെ കോപം അത്രയേറെ ഉണ്ടായിരുന്നു. അവർ ജില്ലാ കോടതിയുടെ ഗേറ്റിൽ ചപ്പലുകൾ എറിഞ്ഞ് പ്രതിഷേധം തുടങ്ങി. മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു. എല്ലായിടത്തും ഒരേ ഒരു ആവശ്യം: അവനെ തൂക്കിലേറ്റണം. ജനങ്ങളുടെ ഈ സഹനം തകർന്നതോടെ അവരിൽ ചിലർ പോലീസ് കെട്ടിയിട്ടിരുന്ന ബാരിക്കേഡുകൾ തകർത്ത് ജില്ലാ കോടതിയുടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. ഈ കേസിന്റെ പൂർണ്ണ കഥ നിങ്ങൾ കേട്ടാൽ നിങ്ങളും ഇതേ ശിക്ഷ തന്നെയാണ് ആവശ്യപ്പെടുക. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മാലിഗാവിന് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമം, ഏകദേശം 2000 പേർ മാത്രം താമസിക്കുന്ന ഡോംഗ്രാലി. ഇതൊരു കർഷക ഗ്രാമമാണ്. ദിവസം തോറും കൂലിവേല ചെയ്യുന്നവരാണ് കൂടുതലും. അവിടെ തന്നെ താമസിച്ചിരുന്ന 3 വയസ്സുകാരിയായ യാത്ന. അവളുടെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫർ, അമ്മ വീട്ടമ്മ. 1.5 വയസ്സുള്ള ഒരു ചെറിയ സഹോദരിയും അവൾക്കുണ്ടായിരുന്നു. യാത്ന മാതാപിതാക്കളും മുത്തശ്ശിക്കുമൊപ്പം സന്തോഷത്തോടുകൂടി താമസിക്കുകയായിരുന്നു. സംഭവം നടന്ന ദിവസം 2025 നവംബർ 16, അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ യാത്ന വീടിന് പുറത്ത് കൂട്ടുകാരുമായി കളിക്കാൻ പോയി. അന്ന് അവളുടെ അച്ഛൻ ഗ്രാമത്തിന് പുറത്ത് ജോലിക്കായി പോയിരിക്കുകയായിരുന്നു. അമ്മയും യാത്ന അവിടെ സുരക്ഷിതയായി കളിക്കും എന്ന് കരുതി വീട്ടിലെ പണികളിൽ തിരക്കിലായിരുന്നു. സാധാരണയായി സൂര്യാസ്തമയ സമയത്ത് യാത്ന വീട്ടിലേക്ക് തിരിച്ചു വരാറുണ്ട്. എന്നാൽ അന്നത്തെ ദിവസം അവൾ തിരിച്ചു വന്നില്ല. യാത്നയെ തേടി അമ്മ പുറത്തേക്ക് വന്നു. അവിടെ അവൾ ഇല്ല എന്നുള്ളത് വ്യക്തമായി. ആദ്യം അമ്മ കരുതിയത് ഏതെങ്കിലും കൂട്ടുകാരിയുടെ വീട്ടിൽ ഒളിച്ചു കളിക്കുകയായിരിക്കും എന്നാണ്. പക്ഷെ അവിടെയും അവളെ കണ്ടില്ല. തുടർന്ന് ഗ്രാമമൊട്ടാകെ ആ വാർത്ത പടർന്നു: 3 വയസ്സുകാരിയെ കാണാനില്ല എന്ന്. യാത്നയുടെ വീട്ടുകാർ ഭയന്ന് അവളെ എല്ലായിടത്തും തിരയാൻ തുടങ്ങി. കുട്ടികൾ കളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, കുറച്ചു ദൂരെയുള്ള വഴികളിലും, അവൻ പോകാൻ സാധ്യതയുള്ള ഓരോ ഇടങ്ങളിലും. എങ്കിലും യാത്നയെ എവിടെയും കണ്ടെത്താനായില്ല. ഗ്രാമവാസികൾ മുഴുവനും ആ തിരച്ചിലിൽ പങ്കെടുത്തു. അതൊരു ചെറിയ ഗ്രാമമായതിനാൽ അവിടെ CCTV പോലും ഇല്ല. ശരിയായ തെരുവ് വിളക്കുകൾ പോലും അവിടെ ഇല്ല. ഏകദേശം വൈകുന്നേരം ഒരു 7 മണിയോടെ ഗ്രാമവാസികളുടെ തിരച്ചിൽ യാത്നയുടെ വീട്ടിൽ നിന്നും 300 മീറ്റർ അകലെയുള്ള മൊബൈൽ ടവർ പ്രദേശത്തേക്കെത്തി. ആ കാടുകളിലേക്ക് കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ആ കുറ്റിക്കാടിനുള്ളിൽ യാത്നയുടെ ശരീരം കിടക്കുകയാണ്, പൂർണ്ണമായും വസ്ത്രമില്ലാതെ. അവളുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പല ലക്ഷണങ്ങളും ഉണ്ട്. തല ഒരു ഭാരമുള്ള കല്ലുകൊണ്ട് തകർത്തതിന്റെ സ്പഷ്ടമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അതേ കല്ല് മൃതദേഹത്തിന്റെ സമീപത്തും കിടന്നിരുന്നു. ആ ചെറിയ ദേഹത്ത് സംഭവിച്ച ഈ ഒരു ക്രൂരത എല്ലാവരെയും ഞെട്ടിച്ചു. ആ ഗ്രാമത്തിന്റെ ഹൃദയം തന്നെ വേദന കൊണ്ട് നിറഞ്ഞു. ഒരു കഠിനമായ ദുരന്തം സംഭവിച്ചുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഗ്രാമവാസികൾ പ്രകോപിതരായി. ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. മൃതദേഹം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അന്വേഷണം ആരംഭിച്ചു. പോലീസ് ആ വീട്ടുകാരോടും അയൽക്കാരോടും ഗ്രാമവാസികളോടെല്ലാം ചോദ്യം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് യാത്ന പതിവായി വീടിനടുത്ത് തന്നെ അവളുടെ കൂട്ടുകാരികളുമായി കളിക്കാറുണ്ടായിരുന്നു. അതിനാൽ തന്നെ പോലീസ് ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഒരു വലിയ സൂചന ലഭിച്ചു. കുട്ടികൾ പറഞ്ഞത്, ഒരു അങ്കിൾ യാത്നയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോയി എന്ന്. ആ അങ്കിൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ അവന്റെ പേര് പറഞ്ഞു: വിജയ് ഖൈർനർ. ഈ പേര് കേട്ടപ്പോൾ സംഭവ സ്ഥലത്ത് പോലീസുകാരുടെ കൂടെ നിന്നിരുന്ന ഗ്രാമവാസികൾ ഞെട്ടിപ്പോയി. കാരണം യാത്നയുടെ വീട്ടിൽ നിന്നും വെറും 200 മീറ്റർ അകലെയുള്ള 24 വയസ്സുകാരനായ, വിവാഹം കഴിക്കാത്ത ഒരു ദൈനംദിന കൂലിത്തൊഴിലാളിയായിരുന്നു ഈ വിജയ് ഖൈർനർ. ഗ്രാമവാസികൾ കുട്ടികളെ തിരയുമ്പോൾ അവനും ആ കൂട്ടത്തിൽ ചേർന്ന് കുഞ്ഞിനെ തിരയുന്നുണ്ടായിരുന്നു.
ഇപ്പോൾ ഗ്രാമവാസികൾക്ക് വ്യക്തമായി. മുൻപ് തന്നെ തിരച്ചിലിനിടയിൽ 2 തവണ മൊബൈൽ ടവറിനടുത്തേക്ക് പോയപ്പോൾ അവൻ ആ കോമ്പൗണ്ട് വാൾ ചാടിക്കടന്ന് മറ്റാരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല. അവൻ തന്നെ അകത്തേക്ക് കടന്ന് നോക്കി തിരിച്ചിറങ്ങി വന്നതിന് ശേഷം അവിടെ ഒന്നും ഇല്ല എന്നും പറഞ്ഞു. കൂടാതെ ആവശ്യത്തിനുമപ്പുറം കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹം അവൻ പ്രകടിപ്പിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ കാട്ടിയ ഈ അതിര് കടന്ന സഹായ നാടകം എല്ലാം ഒരു കപടം മാത്രമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഈ അന്വേഷണം മുഴുവനും ഈ വിജയിലേക്ക് തിരിഞ്ഞു. പോലീസ് അവനെ കണ്ടെത്താനായി ശ്രമിച്ചു. പക്ഷെ അതിനുള്ളിൽ തന്നെ വിജയ് അവന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ഈ വിജയ് ഖൈർനാറിനെ കണ്ടെത്താൻ വിവിധ ജില്ലകളിൽ പരിശോധന ആരംഭിച്ചു. സംസ്ഥാന സർക്കാരും കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റും എന്ന് പ്രഖ്യാപിച്ചു. ഗ്രാമത്തിൽ രാത്രികാല പെട്രോൾ ശക്തിപ്പെടുത്തി. തുടർന്ന് ടെക്നിക്കൽ സർവൈലൻസ്, ലൊക്കേഷൻസ് ട്രാക്കിംഗ് തുടങ്ങിയവയുടെ സഹായത്തോടെ പോലീസ് അതേ ദിവസം രാത്രിയിൽ ഏകദേശം 8:30 ഈ വിജയ് ഖൈർനാറിനെ പിടികൂടി. തുടർന്ന് രാത്രി ഒട്ടാകെ കടുത്ത ചോദ്യം ചെയ്യൽ നടന്നു. ചോദ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ തളർന്ന ഈ വിജയ് ഒടുവിൽ തകർന്നുപോയി. അവൻ തന്നെ സത്യം വെളിപ്പെടുത്തി. താൻ തന്നെയാണ് 3 വയസ്സുകാരിയെ യാത്നയെ കൊന്നത് എന്ന്. അവന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അത് മനുഷ്യന്റെ മനസ്സിനെ നടുക്കുന്നവയായിരുന്നു. സംഭവിച്ചത് 1 മാസം മുൻപ് യാത്നയുടെ പിതാവുമായി അവനൊരു വാക്ക് തർക്കമുണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമായിട്ടാണ് അവൻ യാത്നയെ ലക്ഷ്യം വെച്ചത്. വിജയ് ഒരു ടെക്സ്റ്റൈൽസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്. തന്റെ ചേച്ചിയോടൊപ്പം അതേ ഗ്രാമത്തിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു. സംഭവ ദിവസം ചേച്ചി ജോലിക്കായി ഗ്രാമത്തിന് പുറത്തേക്ക് പോയതുകൊണ്ട് വീട്ടിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ യാത്ന തന്റെ കൂട്ടുകാരികളുമായി കളിക്കുന്നിടത്തേക്ക് ചെന്നു. ചോക്ലേറ്റ് തരാമെന്നും പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ അവന്റെ ഉദ്ദേശം അവിടെ വെറുമൊരു കൊലപാതകം മാത്രമായിരുന്നില്ല. അതിലും ക്രൂരമായ ഒന്ന്, ഒരിക്കലും മാപ്പർഹിക്കാത്തൊരു വഴിയായിരുന്നു അവൻ തിരഞ്ഞെടുത്തത്. ഇതൊന്നും 3 വയസ്സുകാരിയായ ആ ചെറിയ കുഞ്ഞു യാത്നയ്ക്ക് അറിയില്ലായിരുന്നു. അവൾ പിടിച്ചു നിന്നത് ഒരു കൊലപാതകിയുടെ വിരലിലാണെന്ന് അവൾക്കറിയില്ല. അവൾക്ക് അവൻ വെറും വിജയ് അങ്കിൾ മാത്രം. അവിടെ അവൻ മനുഷ്യരാഷ്ട്രത്തിന്റെ എല്ലാ പരിധികളും ലംഘിച്ച ക്രൂരതകൾ ചെയ്തു. പക്ഷെ അവളുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ അവൾ അനുഭവിച്ച പീഡനവും വേദനയും വാക്കുകൾ വെച്ച് വിവരിക്കാൻ പോലും കഴിയില്ല. ഈ വിജയ് ഖൈർനാറിനെ പോലെയുള്ളവർക്ക് പിശാച്, രാക്ഷസൻ, നീചൻ ഇങ്ങനെയുള്ള വാക്കുകൾ പോലും ചെറുതായി തോന്നും. യാത്നയുടെ അലറലും കരച്ചിലും ആ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ തന്നെ അമർന്നു പോയി. അവിടെ തന്നെ അവൻ അവളെ മർദ്ദിച്ചു, പീഡിപ്പിച്ചു. അതിനുശേഷം കുറ്റം ഒളിപ്പിക്കാൻ ഒരു വലിയ കല്ലുകൊണ്ട് യാത്നയുടെ തല നിശ്ചലമായി തകർത്തു. ശേഷം ആ മൃതദേഹം തന്റെ വീടിന് സമീപമുള്ള മൊബൈൽ ടവറിന്റെ ആ ഒരു കാടിനുള്ളിൽ വലിച്ചെറിഞ്ഞു. മുഖം ആരും തിരിച്ചറിയാതിരിക്കാനായി ഭാരമുള്ള കല്ലുകൊണ്ട് മുഖം തകർത്തു മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നത് ഇങ്ങനെയാണ്: യാത്നയ്ക്കെതിരെ അത്യന്തം ക്രൂരമായ അതിക്രമം നടന്നിട്ടുണ്ട്. മരണകാരണം തലക്കേറ്റ ഭീകരമായ മുറിവാണ്. യാത്നയുടെ മാതാപിതാക്കൾക്ക് എത്രത്തോളം ഇത് തകർച്ചയുണ്ടാക്കിയിട്ടുണ്ടാകും അതൊരിക്കലും ഭാഷയിൽ വിവരിക്കാൻ കഴിയില്ല. ഒരൊറ്റ നിമിഷം മുൻപ് ചിരിയാൽ നിറഞ്ഞിരുന്ന ആ വീട് അടുത്ത നിമിഷം ശൂന്യവും നിശബ്ദവുമാകുന്നത് ഏതൊരമ്മയ്ക്കും അച്ഛനും താങ്ങാനാകാത്തൊരു വേദനയാണ്. യാത്നയുടെ മുറി ഇന്നും അതുപോലെ തന്നെയുണ്ട്. അവളുടെ കളിപ്പാട്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയാണ്. പക്ഷെ അവയെ തൊടാൻ അവളുടെ ആ ചെറിയ കൈകൾ ഒരിക്കലും തിരികെ വരില്ല. ഒരു മാതാപിതാവിന് ഇതിലേറെ വലിയ വേദന ഇല്ല. ഇതിന് പകരം വയ്ക്കൽ ഒരിക്കലും ഉണ്ടാവുകയും ഇല്ല. വിജയെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. നവംബർ 20 വരെ പോലീസ് കസ്റ്റഡിയിലേക്ക് അയച്ചു. 100 കണക്കിന് ആളുകൾ റോഡിലേക്ക് ഇറങ്ങി ഫാസ്റ്റ് ട്രാക്ക് കോടതി വേണമെന്നും മരണശിക്ഷ വേണമെന്നും ആവശ്യപ്പെടുകയാണ്. മാലിഗാവിൽ പൂർണ്ണമായും ബന്ദ് വരെ നടന്നു. ഗ്രാമവാസികൾ ഇങ്ങനെ റോഡിലിറങ്ങിയതിന്റെ പ്രധാനപ്പെട്ടൊരു കാരണം ഒരു പാവപ്പെട്ടവരുടെ മകളായതിനാൽ അവളുടെ ശബ്ദം ആരും കേൾക്കാതെ പോയാൽ മറ്റു കേസുകളെ പോലെ ഇതും വർഷങ്ങളോളം നീതിക്കായി കാത്തിരിക്കാൻ നിർബന്ധിതമാകുമോ എന്നൊരു ഭയമാണ്. 100 കണക്കിന് ആളുകൾ ആ സത്യത്തിന്റെ ശബ്ദം ഒഴിയാതെ പ്രചരിക്കാൻ ഒത്തുനിന്നു. ഈ ഒരു കേസിന് ശേഷം ഡോംഗ്രാലി ഗ്രാമത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി. കുട്ടികൾക്കായി പ്രത്യേകം ബോധവൽക്കരണ നടപടികൾ നടന്നു. സംസ്ഥാന തലത്തിൽ കുട്ടികളുടെ സംരക്ഷണ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സംഘടനകൾ രംഗത്തെത്തി. വിജയ്ക്കെതിരെ IPC 302, 376 AB, പോക്സോ ആക്ട് എന്നിവ പ്രകാരം കർശന വകുപ്പുകൾ ചേർത്തു. ഈ കേസ് ഇതുവരെയും കേട്ടതിൽ വെച്ച് നിങ്ങൾ തന്നെ പറയുക, ഇവൻ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? ഇന്നത്തെ ലോകത്ത് സ്നേഹത്തിന്റെ മുഖംമൂടി ധരിച്ച എത്രത്തോളം ക്രൂരന്മാരാണ് ചുറ്റി നടക്കുന്നത്. അവരെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേത്,
കുട്ടികളുടെ സുരക്ഷയിൽ ഒരു നിമിഷം പോലും അവഗണന പാടില്ല. ഒരു ചെറിയ സമയം പോലും കാണാതാകുന്നത് ഗൗരവമായി തന്നെ എടുക്കണം. സുരക്ഷയ്ക്കാണ് അവിടെ മുൻഗണന നൽകേണ്ടത്. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിൽ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം. അപരിചിതരോടും സംശയകരമായ ആളുകളോടും കുട്ടികൾ സൗഹൃദത്തിലാകാതിരിക്കാൻ മാതാപിതാക്കൾ തുടർച്ചയായി അവരെ പഠിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, കുറ്റവാളികൾക്ക് എത്ര കടുത്ത ശിക്ഷ നൽകിയാലും അത് കുട്ടിയുടെ നഷ്ടം ഒരിക്കലും തിരിച്ചു തരില്ല. അതിനാൽ പ്രിവെൻഷനാണ് ഏറ്റവും ശക്തമായ ഒരു ആയുധം. നാലാമത്തെ കാര്യം, പ്രതികാരത്തിന്റെ പേരിൽ ഒരു നിരപരാധിയെ ലക്ഷ്യമിടുന്നത് മനുഷ്യരാശിക്ക് തന്നെ അപമാനമാണ്. കോപമോ തർക്കമോ മറ്റൊരു ജീവന്റെ നാശത്തിനുള്ള കാരണം ഒരിക്കലും ആകരുത്. അഞ്ചാമത്തെ കാര്യം, ഒരു സമൂഹം ഒന്നിച്ചു ചേരുകയാണെങ്കിൽ നീതി നേടാൻ അതൊരു വലിയ ശക്തിയായി മാറും. ഗ്രാമവാസികൾ ഒന്നായി നിൽക്കാതിരുന്നെങ്കിൽ ഈ ഒരു കേസ് ഇങ്ങനെ വേഗത്തിൽ മുന്നോട്ട് പോകുമായിരുന്നില്ല. 6, മാതാപിതാക്കൾക്കും സമൂഹത്തിനും കുട്ടിയുടെ സുരക്ഷയിൽ തുല്യ ഉത്തരവാദിത്വമുണ്ട്. കുട്ടികളെ ഒറ്റയ്ക്ക് വിടുന്ന സാഹചര്യങ്ങൾ നമ്മൾ പുനഃപരിശോധിക്കണം. 7ാമത്തെ കാര്യം, നീതി. അത് വൈകിയാലും ഒരിക്കലും നിഷേധിക്കപ്പെടരുത്. സമൂഹം ദുഷ്ടർക്കെതിരെ നിലകൊള്ളുമ്പോൾ നിയമം കൂടുതൽ ഫലപ്രദമാവുകയാണ് ചെയ്യുന്നത്. ഗ്രാമവാസികൾ തുടക്കത്തിൽ എങ്ങനെയാണോ ആ കുടുംബത്തോടൊപ്പം നിന്നത്, അവന് കടുത്ത ശിക്ഷ, മരണശിക്ഷ തന്നെ നൽകണമെന്ന് പ്രതിഷേധിച്ചത്, അത് അവസാനം വരെയും അവന് ആ ശിക്ഷ നേടിക്കൊടുക്കുന്നത് വരെയും ആ പ്രതിഷേധം ആളിക്കത്തുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള നീചന്മാർ ഇനി ഈ ലോകത്തിൽ വാഴാതിരിക്കുകയുള്ളൂ. ഇവർക്ക് ജീവിക്കാൻ തന്നെ അർഹതയില്ല. ആ കുഞ്ഞിന് എന്ത് വിധിയാണോ ലഭിച്ചത് അതേ വിധി തന്നെ അവനും ലഭിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അവന് മരണശിക്ഷ നൽകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം. ഈ ഒരു കേസ് കേട്ടതിൽ വെച്ച് നിങ്ങൾ പറയുക, അവൻ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റിൽ പറയുക. കൂടാതെ പറ്റുമെങ്കിൽ മാക്സിമം ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയർമാർക്കും അവനെ മരണശിക്ഷയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.